Hi dear friends, welcome back to our channel renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ സാഗിങ് ഇപ്പോൾ ചിലർക്ക് നന്നായിട്ട് ചുളിവുകളുണ്ടാവും, ആ സാഗിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ്. മാത്രമല്ല പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ പാടുകൾ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എഗ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് നല്ല പഴുത്ത പഴം ഏതാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്നത് പോലെ ആക്കണം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് സ്മാഷ് എടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ സ്പൂൺ വെച്ച് തന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ഈ ബനാനയിൽ അടങ്ങിയിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B6, വൈറ്റമിൻ B12, പൊട്ടാസ്യം എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും ഡ്രൈ സ്കിന്നെ അതുപോലെ തന്നെ ചുളിവുകൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഒന്നാണ് ബനാന എന്ന് പറയുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പം കോഫിയുടെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കൊളാജനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് മാത്രമല്ല ഈ കോഫി പൗഡറിൽ ക്ലോറോജനിക് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉള്ളത് കാരണം നമ്മുടെ ചർമ്മത്തിലെ കൊളാജിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് കോഫി പൗഡർ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എഗ് വൈറ്റ് ആണ് ആഡ് ചെയ്തത്. എഗ് വൈറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നല്ല ഒരു ക്രീമി രൂപത്തിലാക്കണം. അപ്പോൾ നന്നായിട്ടത് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെ ഒന്ന് നമ്മുടെ കൈവച്ച് ബീറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫേസ് പാക്ക് നമുക്കിത് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏത് കാര്യവും മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇപ്പോൾ നല്ലൊരു ലൂസ് ഫോമിലാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ ഒന്ന് ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വട്ടം കൂടി നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ 2 വട്ടം അപ്ലൈ ചെയ്ത് അങ്ങനെ നല്ല തിക്ക് ഫോമിലായിട്ടാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നെക്കിലും ഫേസിലും ആയിട്ടൊക്കെ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് അതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ളയെന്ന് പറയുക. അപ്പോൾ നമ്മൾ അത്രയും ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 15-20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഞാൻ ഒന്ന് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. മസാജ് കൊടുത്താണ് ഞാൻ ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് വലിഞ്ഞു പോകാതെ നമുക്ക് ആ പാക്കിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പാക്ക് നമ്മളെപ്പോൾ ഇട്ടിരുന്നാലും ഒരു ചെറിയൊരു മസാജ് കൊടുത്ത് തന്നെ വേണം നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം ഫുള്ള് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തു. അപ്പോൾ ഞാനിത് വീഡിയോ സ്പീഡിലിട്ടിരിക്കുന്നത് കാരണം അത്രയും സ്പീഡായിട്ട് കാണിക്കുന്നത്. ഞാൻ പതിയെയാണ് മസാജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് ഞാൻ പറയാൻ കാരണം നമ്മളിതിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളും ചുളിവുകളൊക്കെ നമുക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ബാലൻസ് ഫുള്ള് കാണിക്കുന്നത് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമുള്ള ഫേസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താണെന്ന് പറയുക. ഓക്കെ, ബൈ.